നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ ഫ്രണ്ടിലെ സെൽഫി ക്യാമറ ഉണ്ടല്ലോ, ഈ സെൽഫി ക്യാമറയ്ക്ക് വലിയൊരു പ്രശ്നമുണ്ട്. 99% ആൾക്കാരും ഈ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ബാക്ക് ക്യാമറ കൊണ്ടാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നമുക്ക് സൂം ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ നേരെ മറിച്ച് നിങ്ങളൊന്ന് സെൽഫി ക്യാമറ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ സെൽഫി ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് സൂം ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണൊന്ന് ഓപ്പൺ ചെയ്തിട്ട് സെൽഫി ക്യാമറയിൽ സൂം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് കാണാം അത് സൂം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെയൊക്കെ സെൽഫി ക്യാമറ ഫിക്സ്ഡ് ലെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഈ സെൽഫി ക്യാമറയുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ സെൽഫി ക്യാമറയുടെ പ്രശ്നം നമ്മൾ പരിഹരിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് വലിയൊരു ഉപകാരമാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് നമ്മുടെ സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ട് തന്നെ വളരെ സൂം ചെയ്ത് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ കണ്ണ് നോക്കാം, പല്ല് നോക്കാം. അങ്ങനെ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ണാടിയിൽ നോക്കുന്നത് പോലെ വളരെ സൂം ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതാ നിങ്ങൾ നോക്കൂ, സെൽഫി ക്യാമറയാണെങ്കിൽ ഫോട്ടോ മോഡിൽ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കില്ല. നേരെ മറിച്ച് ബാക്ക് ക്യാമറയാണെങ്കിൽ സാധാരണ പോലെ തന്നെ നമുക്ക് ഫോട്ടോ മോഡിൽ സൂം ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെ തരണം ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് പരസ്യങ്ങളുണ്ടാവും. പരസ്യങ്ങൾ ഇല്ലാതിരിക്കാൻ ഒരു ഓപ്ഷൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ കാണുന്നവർക്ക് മുകളിൽ ക്യാപ്ഷനിൽ തന്നെ ലിങ്ക് ഉണ്ട്. യൂട്യൂബിൽ നിന്ന് കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് ഓണായി കിട്ടുക. ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ 10 സെക്കൻഡെങ്കിലെടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ക്യാമറയുടെ പെർമിഷൻ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അത് കൊടുത്താൽ നിങ്ങൾക്ക് സെൽഫി ക്യാമറ ഓൺ കിട്ടുന്നതാണ്. വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ അല്പം ദൂരെയായിട്ടാണ് ഞാൻ ഫോൺ പിടിച്ചിട്ടുള്ളത്. സാധാരണ പോലെ നിങ്ങൾ അടുത്തുനിന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ സൂം ചെയ്യേണ്ട ഓപ്ഷൻ കണ്ടോ. അങ്ങനെ സൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് മുഖം വളരെ അടുത്ത് കിട്ടും. ഇതിലും അടുത്ത് കിട്ടും നിങ്ങൾ സാധാരണ സെൽഫി പിടിക്കുന്നത് പോലെ പിടിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അത് സൂം ഔട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുഖത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടി നോക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ഫ്രീസ് ചെയ്ത് നോക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഫ്രീസ് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ടാണ് ലഭിക്കുക. എൻ്റെ ഫോണിലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഇതൊരു പഴയ ഫോണാണ്. പക്ഷേ എൻ്റെ പുതിയ ഫോണിൽ നല്ല ക്ലിയറിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വെളിച്ചത്തിൽ വേണം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി ആപ്ലിക്കേഷനിൽ പരസ്യം കാണിക്കാതിരിക്കാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആപ്പ് ഇൻഫർമേഷൻ എടുക്കുക. എല്ലാ ഫോണിലും വ്യത്യാസമായിരിക്കും സെറ്റിങ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റ യൂസേജിലാണ് എടുക്കേണ്ടത്. അതും എല്ലാ ഫോണിലും വ്യത്യാസമായിരിക്കും. സാംസങ് ഫോണിൽ ഈ ഒരു ഓപ്ഷൻ കിട്ടില്ല. ചില ഫോണുകളിൽ ഡാറ്റ യൂസേജ് സെറ്റിങ്സിനകത്ത് പോയിട്ട് എടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഡാറ്റ യൂസേജിൻ്റെ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൊബൈൽ ഡാറ്റയും വൈഫൈയും ഒക്കെ ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. അത് രണ്ടും ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഇൻ്റർനെറ്റ് ലഭിക്കില്ല. ഇൻ്റർനെറ്റ് ലഭിക്കാത്ത സമയത്ത് ഈ ആപ്ലിക്കേഷനിൽ പരസ്യങ്ങൾ കാണിക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.